യുദ്ധം ലോകമെങ്ങും ഭീഷണിയുടെ ഭീതിയുടെ നിഴലിൽ നിർത്തിയിരിക്കുന്ന യുദ്ധത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ചിന്തയിലും പ്രവർത്തനത്തിലും എന്തു മാറ്റമാണ് വരുത്തേണ്ടത്? നമുക്ക് പരിശോധിക്കാം. War. Where will it lead humanity and how can we survive its consequences? യുദ്ധവും നമ്മുടെ ഭാവിയും. യുദ്ധം ആത്യന്തികമായി എന്താണത്? ഈ യുദ്ധം നമ്മെ എത്തിക്കുന്നത് എവിടേക്കാണ്? യുദ്ധത്തിന്റെ പരിണതികളെ അതിജീവിക്കാൻ നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ നിത്യ സുഭാഷിതങ്ങൾ 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു തുടങ്ങുകയാണ്. നമ്മുടെ വിഷയം യുദ്ധമല്ല, സത്യത്തിൽ യുദ്ധത്തെ അതിജീവിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് യുദ്ധം എന്താണെന്ന്, അതിന്റെ അനിവാര്യത എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് പറയാൻ എനിക്കുള്ള യോഗ്യത നമ്മുടെ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു സംഘം 1981 ഉണ്ടായിക്കഴിഞ്ഞ് അതൊരു ശാസ്ത്ര സംഘടനയായിട്ട് പ്രവർത്തിച്ചു വരുന്ന കാലത്താണ്. 83, 84 ആ കാലഘട്ടത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ലോകം ആണവ യുദ്ധത്തിന്റെ ഒരു വല്ലാത്ത ഭീഷണി കേട്ടു തുടങ്ങിയിരുന്നു. അതിനു മുമ്പേ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷെ ഞങ്ങൾ അന്നാണ് കേട്ടത്. ആ കേട്ടു തുടങ്ങിയ കാലത്ത് അത് ഉള്ളിൽ വിതച്ച ഒരു ഭീതിയുണ്ട്. അന്ന് എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകമായിരുന്നു ദ വെപ്പണറി ഇൻ സ്പേസ്, ദ ഡിലേമ ഓഫ് സെക്യൂരിറ്റി എന്നുള്ളത്. ആ പുസ്തകത്തിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഭീതി, അത് ഞങ്ങൾ തത്തമംഗലത്തെ തെരുവുകളിലൂടെ യുദ്ധവിരുദ്ധ റാലി നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. യുദ്ധം എന്തിനെന്തിനിന്ന് സൗഖ്യം ദൂരെയാകുന്നു, പൂക്കളും പുഴകളും മലകളും മരങ്ങളും മരിച്ച ഭൂമിയല്ല എന്ന് മർത്യസ്നേഹഭൂഷണമെന്ന് കവിത മുദ്രാവാക്യമായി വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ തവലത്തെ തെരുവിലൂടെ നടന്നത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ബോംബിന്റെ ഷേപ്പിലുള്ള ഒരു ഗാഡ്ജറ്റ് ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് ഒരാൾ കയറി നിന്നിട്ട് പാലക്കാട് നഗരത്തിലൂടെ ഒരു യാത്ര നടത്തി, ബോംബ് വാക്ക് നടത്തിയിട്ട് ഈ യുദ്ധത്തിന് എതിരെ പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് സ്വാശ്രയ ജീവിതത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ യുദ്ധത്തോടനുബന്ധിച്ചല്ല ചിന്തിച്ചു തുടങ്ങുന്നത്, പക്ഷെ യുദ്ധത്തിനുള്ള പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അത് ചിന്തിച്ചു തുടങ്ങിയത്. ഈ 10-40 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് എത്തി നിൽക്കുമ്പോൾ ഈ യുദ്ധം എന്നുള്ളത് വളരെ പ്രസക്തമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 1991 ആഗോളീകരണത്തിന്റെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ റഷ്യ ശിഥിലമായി പോയിരുന്നത്. അപ്പോ റഷ്യയിലേക്ക് പോയാൽ വല്ലാതെ കൊതിച്ചിരുന്ന ഞാൻ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത ഇല്ലാതെ, അതിനുവേണ്ടി റഷ്യൻ ഭാഷ പഠിച്ച് അങ്ങനെ വല്ലാതെ തയ്യാറെടുത്തിരുന്ന എനിക്ക് ഈ ആഗോളീകരണത്തിന്റെ അല്ലെങ്കിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കൊക്കെ വന്ന് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ആണിത് സംഭവിക്കുന്നത് എന്നത് പഠിക്കാൻ തുടങ്ങിയത്. അന്നു മുതലാണ് ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ പിന്നാമ്പുറം എന്നുള്ളത് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോ യുദ്ധം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഇവിടെ നമ്മിൽ ഉണ്ടാക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് യുദ്ധം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനൊക്കെ പഠിച്ചു തുടങ്ങി. അതിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. യുദ്ധം എന്നുള്ളത് മനുഷ്യന്റെ പുറത്തും
രാഷ്ട്രത്തിന്റെ പുറത്തും രാഷ്ട്രത്തിന്റെ അകത്തും മനുഷ്യന്റെ അകത്തും ഒക്കെ, ശരീരത്തിനകത്ത് കോശങ്ങൾക്കകത്തും ഒക്കെ യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഒരു അനിവാര്യതയാണോ എന്നുള്ളതായിരുന്നു എന്റെ അന്വേഷണം. ഈ അന്വേഷണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇക്കോ വില്ലേജ് എന്നുള്ള ആശയത്തെ നാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു ആത്മീയ ബാന്ധവം നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ ഇത്രയേറെ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആണ് ഞാനിത് സംസാരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? രണ്ടു വ്യക്തികൾക്കിടയിൽ സംഘർഷം ഉണ്ടാവും അല്ലെ? പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോ രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സമൂഹങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഈ പവർ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയാ സംഘർഷമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സംഘടിതമായ സംഘർഷമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. അത് പലപ്പോഴും അധികാരത്തിന് വേണ്ടിയാണ് ഉണ്ടാവുക. അധികാരം എന്നുള്ളതിന് വേണ്ടി ഉണ്ടാകുന്നത് ഈഗോയുടെ ക്ലാഷ് ആണെങ്കിൽ അതിനുമപ്പുറത്തേക്ക് കവർച്ചയുടെ ഒരു രൂപത്തിലേക്ക് ഇത് മാറുന്നതാണ് വിഭവങ്ങളുടെ മുകളിലുള്ളത്. പിന്നെ ഈ ഈഗോയുടെ തന്നെ മറ്റൊരു വശമാണ് ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം, പിന്നെ സുരക്ഷാ ഭീതിയെ കുറിച്ചുള്ള സംഘർഷം. ഇങ്ങനെയുള്ളതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങളും ഈ പവർ ഗ്രൂപ്പുകളും ഒക്കെ തമ്മിൽ നടത്തുന്ന സംവിധാനത്തെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. ഇത് ഗോത്രകാലങ്ങൾ മുതൽ ഇത് നിലനിൽക്കുന്നുണ്ട്. ആദ്യ കാലത്ത് എന്ന് വെച്ചാൽ ഈ സ്വന്തം ടെറിറ്ററി നിർണയിക്കാൻ വേണ്ടിയിട്ട്, തന്റെ റിസോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വന്തം ടെറിറ്ററിയിലുള്ള വിഭവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് ഈ രാഷ്ട്രസങ്കല്പമൊക്കെ വന്നത്. അപ്പോ രാഷ്ട്രത്തെ നിലനിർത്തുക, അതിന്റെ അതിര് കാക്കുക എന്നുള്ള രീതിയിലേക്ക് യുദ്ധം വികസിച്ചു. പിന്നെയാണ് സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത്. ഈ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന്റെ പുറകില് വിഭവത്തിന്റെ മുകളിലുള്ള അധിനിവേശം, പ്രൊക്യൂർമെന്റ് എന്നുള്ള രീതി ഉണ്ടല്ലോ, വളച്ചുകെട്ടൽ ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ മനുഷ്യന്റെ അകത്ത് വളച്ചുകെട്ടാനുള്ള സ്വഭാവമില്ല. വളച്ചുകെട്ടാനുള്ള സ്വഭാവത്തിന്റെ വിപുലപ്പെട്ട രൂപത്തിൽ നിന്നാണ് രാജ്യം എന്നുള്ള സങ്കല്പം തന്നെ ഉണ്ടാകുന്നത്. ഗോത്രം അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രാജ്യസങ്കല്പം, രാഷ്ട്രസങ്കല്പം വന്നു കഴിഞ്ഞതിന് ശേഷമാണ്, സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പം വന്നതിന് ശേഷമാണ് ഈ സ്റ്റേറ്റിന്റെ അതിര് നിശ്ചയിക്കുക, അതിര് വിപുലപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വന്നത്. അപ്പോൾ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി, അതിനെ വികസിപ്പിക്കുക എന്നുള്ളൊരവസ്ഥയായി, അവിടെ അധികാരം സ്ഥാപിക്കുക എന്നുള്ള കാര്യങ്ങളായി, അവിടുത്തെ റിസോഴ്സസിന്റെ മുകളിലുള്ള ആധിപത്യം എന്നുള്ള കാര്യങ്ങളായി. ഇങ്ങനെയാണ് യുദ്ധം ആദ്യകാലത്തെല്ലാം ഡെവലപ്പ് ചെയ്തു വന്നത്. പക്ഷെ യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായി വന്നു. യുദ്ധ സന്നാഹങ്ങളെ ഒരുക്കുക, യുദ്ധതന്ത്രങ്ങൾ മെനയുക, യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കുക, അവയുടെ വിപണനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന രീതിയിലേക്ക് വന്നപ്പോൾ യുദ്ധം എന്നുള്ളത് ഒരു കച്ചവടമായിട്ട് മാറി. അതിൽ നിന്നും വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, ഇപ്പൊ കൂലിപ്പട്ടാളം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കാൻ വന്നു എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൂലിപ്പട്ടാളമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടത്തെ വിഭവങ്ങളെ എടുത്തുകൊണ്ടുപോകുവാൻ കണ്ണുവച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകള്, ഒരു കൂട്ടം സമ്പന്നര് അവരുടെ പരിധിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച സംവിധാനത്തെയാണ് നമ്മൾ ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വിഭവങ്ങൾക്ക് വേണ്ടി കൂലിക്ക് ഇത് കാര്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഈ ഒരു തൊഴിലായിട്ട്, കച്ചവടമായിട്ട് യുദ്ധം മാറുന്നത് ഈ പിന്നീടുള്ള ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുകളിലേക്ക് ആധിപത്യം സ്ഥാപിച്ച് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ള സംവിധാനത്തിന്റെ സങ്കല്പം തന്നെ, നമ്മുടെ പ്രാചീനമായിട്ടുള്ള ഗോത്ര സംവിധാനത്തിൽ നിന്നും ഗ്രാമ്യ സംവിധാനത്തിലേക്കും രാജ്യ സംവിധാനത്തിലേക്ക് എത്തി നിൽക്കുന്ന നമ്മളെ അതിനെ തച്ചു തകർത്ത് അതിനകത്തേക്ക് ജനാധിപത്യം എന്ന പേരിൽ നമ്മുടെ ഉള്ളിൽ സ്പർദ്ധകൾ ഉണ്ടാക്കി, എല്ലാവരും ഈക്വലായിട്ട് കാണാൻ വേണ്ടി എന്നുള്ള പേരിൽ മറ്റൊരാളും ഇത് നിങ്ങളെക്കാൾ വിപുലപ്പെട്ടതല്ല, മുതിർന്നതല്ല, വലുതല്ല എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് ആ വലുപ്പം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ആശയം വെച്ചിട്ട് ഫെഡറൽ സംവിധാനത്തെ ഉണ്ടാക്കി അതുവഴി വിഭവങ്ങളുടെ കേന്ദ്രീകൃത ചൂഷണം എന്നുള്ളത് വെച്ച്
കപ്പവും മറ്റും കളക്ട് ചെയ്യുന്ന കളക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംവിധാനം വഴി നമ്മുടെ റിസോഴ്സസിന്റെ മുകളിലുള്ള ആധിപത്യം ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേറ്റിന് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ, അത് പുതിയ ലോകക്രമം എന്നുള്ള രീതിയിൽ വരാൻ പോകുന്നു. ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ മനുഷ്യന്റെ ഈ കച്ചവട സ്വഭാവമാണ്. ഒടുവിൽ ഇപ്പോ ഇതാ ഇറാൻ അമേരിക്ക യുദ്ധം എന്നുള്ള രീതിയിൽ വന്നു നിൽക്കുന്നു. അത് റിസോഴ്സിന്റെ സാമ്രാജ്യത്വത്തിന്റെ ഒരു രൂപമാണ്, അല്ലാതെ ഇത് ഭയത്തിന്റെയോ അല്ലെങ്കിൽ നൈതികതയുടെയോ ആശയത്തിന്റെയോ ഒന്നും പോരല്ല. ഇത് സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിന്റെ റിസോഴ്സിന്റെ മുകളിലുള്ള കാഴ്ചയുടെ ഔട്ട്പുട്ടാണ്. ഇതിന് എന്ത് പ്രതിവിധി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ പ്രതിവിധി എന്ത് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യുദ്ധം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. മനുഷ്യന്റെ അകത്ത് ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണതയുണ്ട്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്നുള്ള, ഭയപ്പെട്ട് ദൂരെ പോവുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു സമൂഹത്തെ എടുക്കുക. സമൂഹത്തിൽ എല്ലാവർക്കിടയിലും ഈ കുനിഷ്ഠ, അസൂയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എത്ര പേരാണ് ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുക? ഒരു സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ അതിന് വളരെ ചുരുക്കം ആളുകളാണ് ഫൈറ്റ് ഉണ്ടാക്കുക. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇത് കാമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഡീപിക്കോളജിയുടെ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ ഡീപിക്കോളജിയുടെ വീക്ഷണം അനുസരിച്ച് സമൂഹം അല്ലെങ്കിൽ സമൂഹങ്ങളെല്ലാം തന്നെ പൊതുവെ സ്വാഭാവികമായി രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്വാഭാവിക ജീവിതത്തിൽ അവർ ആദരവോട് ചേർത്ത് ഇഴുകി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അപ്പൊ സമൂഹങ്ങൾക്കകത്ത് കാൽഷ്യമില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളത് ആ സമൂഹത്തെ നിർമ്മിച്ചവരോ പ്രൊട്ടക്ട് ചെയ്തവരോ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയുന്നത് അതിലെ ചില ആളുകളുടെ മാത്രം സ്വഭാവങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ യുദ്ധം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണെന്ന് പറയുന്നതിന് പകരം ഭയം, വിഭവലാഭം, ത്തോടുള്ള താല്പര്യം, പിന്നെ നമ്മൾ ഈ ഈഗോയുടെയും ആശയത്തിന്റെയും തമ്മിലുള്ള ഒരു സംഘട്ടനം തുടങ്ങിയ കാര്യങ്ങളാണ് യുദ്ധത്തിലേക്ക്, അത് ഏത് തരം യുദ്ധം, അയൽപക്ക യുദ്ധമാണെങ്കിൽ ശരി, രാഷ്ട്ര യുദ്ധമാണ് ശരി, ഇതെല്ലാം അതിലേക്ക് എത്തിക്കുന്നത് ഈ ചില വികാരങ്ങളാണ്. പക്ഷെ അവയിലെല്ലാം തന്നെ ആധിപത്യം സ്ഥാപിക്കുന്ന ആളുകൾ ചിലർ അതിനെ ലീഡ് ചെയ്യുമെങ്കിലും സാധാരണ സമൂഹം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ദൂരെയാണ്. യുദ്ധമുണ്ടാക്കുന്ന കെടുതികൾ എപ്പോഴും ഇവരെല്ലാം ആലോചിക്കുന്നുണ്ട്. മനുഷ്യന് ഈ തരം വിവേചന ശേഷി ഉണ്ടല്ലോ, ആ ശേഷി കൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് ദൂരെ നിൽക്കാനാണ് മിക്കവാറും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സ്വഭാവമല്ല യുദ്ധം. പക്ഷെ സ്വഭാവത്തിന്റെ അകത്ത് ഒരു ഭാഗത്ത് ഇത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക വേണം. അതുകൊണ്ടാണ് ഒരു സമൂഹത്തില് ആളുകളെല്ലാം സാമൂഹ്യമായി നിലനിൽക്കുമ്പോഴും അതിൽ ചിലരെങ്കിലും അതിന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതിൽ ചിലരെങ്കിലും സംഘടനകൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോ അടിസ്ഥാന സ്വഭാവമാണെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. പകരം അതും ഇതിനകത്തുണ്ട്, ഒരു സമൂഹത്തിനകത്ത് അതുമുണ്ട്. അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് ആ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതുകൊണ്ടാണ് പല രാജ്യങ്ങൾക്ക് മിലിറ്ററി ഫോഴ്സ് ഉള്ളത്. എല്ലാവരും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല മിലിറ്ററി ഫോഴ്സ് ഉണ്ടെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പ്രതിരോധത്തിന്റെ അംഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്ന അത്തരം പ്രതിരോധ സംവിധാനമാണ് സമൂഹത്തിനുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവർ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുള്ളൊരവസ്ഥ ഈ നേരത്തെ പറഞ്ഞ കച്ചവടക്കാര് ഉണ്ടാക്കി വെക്കുന്നുമുണ്ട്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. സാമ്രാജ്യത്വമാണ് ഇതിന്റെ പ്രശ്നം. നമ്മുടെ ഉള്ളിലെ പൈശാചികതയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ പൈശാചികമായ ചിന്തകളാണ്, പൈശാചിക സമൂഹങ്ങളാണ്, പൈശാചികമായിട്ടുള്ള ചില ബിംബങ്ങളാണ് ഇതിനെല്ലാം കാരണമാകുന്നു എന്ന് പറയുന്നത്. അതിസമ്പന്നത എന്ന് പറയുന്നത് ഈ പൈശാചികതയുടെ മൂർത്തിമത്ത് രൂപമാണ്. ആ രൂപമാണ് നമ്മുടെ ഈ യുദ്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി വരുന്നത്. നമ്മുടെ എല്ലാം അകത്ത് അതിനേക്കാളും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ശാന്തിയുടെ, കരുണയുടെ, സമാധാനത്തിന്റെ ഒരു വഴിയാണ്. ആ സമാധാനത്തിന്റെ വഴി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സമാധാനം എന്താണെന്ന്, സമാധാനത്തിന്റെ വഴി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഏഷ്യ പസഫിക് പീസ് റിസർച്ച് അസോസിയേഷന്റെ അംഗമാണ് ഈ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഏതാണ്ട് 10 വർഷം മുമ്പ് ലോക സമാധാന സമ്മേളനത്തിൽ പങ്കെടുത്ത് നമ്മുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് മതിയായ സ്വീകരണം ലഭിച്ചിട്ടുമുണ്ട്.
ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വവുമുണ്ട്. അതിന്റെ ഭാഗമായി കൂടെയാണ് നമ്മൾ ഈ ഒരു പരമ്പരയിലേക്ക് കടക്കുന്നത്. അപ്പോ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ അകത്ത് സമാധാനം എന്നുള്ളൊരു കാര്യമുണ്ട്. സമാധാനമാണ് നിലനിൽക്കുന്നത്. ഡീപിക്കോളജി എന്ന് പറയുന്നത് ഈ ആധുനികതയുടെ വഴിയിലേക്ക് തലയെ ഇട്ടുകൊടുത്ത് ബാഹ്യമായ ചില സംവിധാനങ്ങൾ, ചില ചിന്താപദ്ധതികൾ കൊണ്ട് നമ്മളെ ക്രമക്കേടിലെ ആക്കിയ അവസ്ഥയിൽ ഉണ്ടായിപ്പോയതാണ് യുദ്ധം എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ സമാധാന പ്രിയരാണ്, സമാധാനം കാക്ഷിക്കുന്നവരാണ്, സമാധാനത്തെ നിലനിർത്തുന്നവരാണ്. എല്ലാ ഡീപിക്കോളജിക്കൽ സമൂഹങ്ങളും, എല്ലാ സ്ത്രൈണ സമൂഹങ്ങളും, സ്ത്രീ കേന്ദ്രിത സമൂഹങ്ങളും അതിനകത്താണ് നിൽക്കുന്നത്. കാരണം അവരുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് സുസ്ഥിരതയാണ്. സുസ്ഥിരതയുടെ സ്വഭാവം ചാക്രികതയാണ്. ആ ചാക്രികതയിലൂടെ പ്രാദേശികമായി നിലനിൽക്കുന്ന ജീവിത പദ്ധതിയാണ് ആ സ്ത്രൈണ ശക്തി കേന്ദ്രിത സമൂഹങ്ങൾ എന്ന് പറയുന്നത്. അത്തരം സമൂഹങ്ങൾ പ്രതിരോധത്തിന്റെ അംഗങ്ങൾ അതിനുണ്ടെങ്കിൽ പോലും അതിനുമപ്പുറത്തേക്ക് അത് കടന്നു പോകുവാൻ ആഗ്രഹിക്കില്ല. കാരണം സെക്യൂരിറ്റി എന്നുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നശിപ്പിക്കുന്നത് പാട്രിയാർക്കലായിട്ടുള്ള, വിഭവ കേന്ദ്രീകൃതമായിട്ടുള്ള, കമ്പോള കേന്ദ്രീകൃതമായിട്ടുള്ള, മുതലാളിത്ത കേന്ദ്രിതമായിട്ടുള്ള ഒരു സമൂഹമാണ്. അതാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തില് നമ്മുടെ ഉള്ളിലെ ആ യുദ്ധത്തിന്റെ ആ പ്രവണതയുണ്ടല്ലോ, അതിനെ മാറ്റിവെക്കണം. മുഴുവനായിട്ട് മാറ്റിവെക്കാൻ കഴിയുമോ? ഇല്ല. അതിനെ നമ്മൾ ഉപയോഗിക്കണം. എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? നമുക്ക് പ്രതിരോധം തീർക്കാനാണ് ഉപയോഗിക്കേണ്ടത്. പ്രതിരോധം തീർക്കുക എന്ന് വെച്ചാൽ യുദ്ധം ഉണ്ടാക്കുക അതല്ല അർത്ഥം. പ്രതിരോധം തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശക്തിമത്താവുക, നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഈ സെക്യൂരിറ്റിയുടെ അകത്ത് നിർത്താൻ വേണ്ടിയുള്ള നമ്മുടെ ശേഷിയാക്കി ആ അവസ്ഥയെ മാറ്റുക. നമ്മിലേക്ക് അക്രമങ്ങൾ ഉണ്ടായാൽ, അതിക്രമങ്ങൾ ഉണ്ടായാൽ, അധിനിവേശങ്ങൾ ഉണ്ടായാൽ അവയെ അതിജീവിക്കാൻ, അതിനെ ചെറുത്ത് നിന്ന് അതിനെ തോൽപ്പിച്ച് അതിനെ അതിജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ബാക്കി നാം നമ്മുടെ നിലനിൽപ്പിലേക്ക്, നമ്മുടെ കൂടെയുള്ളവരുടെ സുരക്ഷയിലേക്ക്, നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് വേണ്ടത്. യുദ്ധം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസമൂഹങ്ങളെ, പരസ്പര ബന്ധത്തെ, ഗോത്രാവസ്ഥയെ, നമ്മുടെ വിഭവങ്ങളെ എല്ലാം തകർക്കുന്നതാണ്. അങ്ങനെ യുദ്ധം ഉണ്ടാവുക എന്നുള്ള ചില പ്രത്യേക കൂട്ടരുടെ ആവശ്യമാണ്. ഒരു സമാധാനപരമായി ഒഴുകുന്ന ഒരു സമൂഹത്തിനകത്തേക്ക് ബാഹ്യമായ ചില ചിന്തകൾ, ചില യുക്തികൾ വന്നു ചേരുമ്പോൾ മാത്രമാണ് അവിടെ യുക്തി അല്ലെങ്കിൽ വിഭ്രംശം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ സമാധാനപരമായി ഒഴുകുന്ന ഒരു വ്യവസ്ഥ, അതാണ് സ്ത്രൈണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ സ്ത്രൈണ വ്യവസ്ഥയ്ക്കകത്തേക്ക് ബാഹ്യമായ ഒരു ശക്തി വന്നു കയറുന്നു. ആ ബാഹ്യശക്തി എന്താണ്? നമുക്ക് ഇത് പൊതുവേദി ആയതുകൊണ്ട് അതിന് പറയുന്നതിന് പരിമിതിയുണ്ട്. ആ ബാഹ്യശക്തികൾ എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള ചില ശക്തികളാണ്. ആ അമാനുഷികമായ ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിൽ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെ ദജ്ജാലെന്നും സയനിസ്റ്റുകളെന്നും മറ്റേ ഇലുമിനാറ്റികളും എന്നും ഒക്കെ നമ്മൾ പല പേരിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. ആർക്കോണുകളെന്നും അനുനാക്കികളെന്നും റെപ്റ്റീലിയൻസ് എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയോ തെറ്റോ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് യുദ്ധം ഉണ്ടാക്കുന്നവരുണ്ട്, യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, ഇതിലെ മറ്റുള്ളവരുടെ പെയിനിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരുണ്ട്. അത് തന്നെയല്ലേ നമ്മുടെ പെയിൻ പോയിന്റിനെ റേസ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് തന്നെ നടക്കുന്നത്. അപ്പോ ഈ കച്ചവടത്തിലും വിഭവത്തിലും അധിഷ്ഠിതമായിട്ടുള്ള, വിഭവ ആധിപത്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഈ കാർബൺ ബേസ്ഡ് മാർക്കറ്റ് ഇക്കോണമിയിൽ യുദ്ധം എന്നുള്ളത് ഇവിടെ ആരുടെയൊക്കെയോ ആവശ്യമാണ്. ഈ ആരൊക്കെയോ ഒന്ന് പറഞ്ഞവരുണ്ടല്ലോ, അത് അവരെവിടെയാണ് ജീവിക്കുന്നത്? നമ്മളെ പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ, പുതിയ തൊഴിൽ സംസ്കാരത്തിലൂടെ ഇതെല്ലാം ശീലിച്ചു വശായി ഇതാണ് ജീവിതമെന്ന് കരുതുന്നവരുടെ ഹൃദയത്തിലാണ്. അവിടെയാണ് ഇലുമിനാറ്റികൾ നിൽക്കുന്നത്, അവിടെയാണ് ഈ റെപ്റ്റീലിയൻസ് നിൽക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്തേക്ക് ഇത് കൃത്യമായി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ അതിജീവിക്കാതെ നമുക്ക് യുദ്ധത്തിൽ നിന്നും കരകടക്കാൻ കഴിയില്ല, സമാധാനത്തിലേക്ക് എത്താൻ കഴിയില്ല, സുരക്ഷയിലേക്ക് എത്താൻ കഴിയില്ല, പ്രതിരോധത്തിലേക്ക് എത്താൻ കഴിയില്ല. കഴിയണമെങ്കിൽ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു പശ്ചാത്തലം നമുക്കുണ്ടാവണം. ആ പശ്ചാത്തലത്തിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോ യുദ്ധം എന്നുള്ളത് ബന്ധങ്ങളെ പോലും ഉലയ്ക്കും, നമ്മുടെ റിസോഴ്സ് മുഴുവൻ ഇല്ലാതാക്കും.
ഇപ്പോ ഇനി വരാൻ പോകുന്ന ഒരു കാലം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇക്കോണമിയെ തകർക്കും എന്നുള്ളതാണ്. ഇപ്പോ കാർബൺ ബേസ്ഡ് ഇക്കോണമിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാർബൺ ബേസ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത് എല്ലാം എണ്ണയിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ അടുപ്പ് പുകയണമെങ്കിൽ എണ്ണ വേണം, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുമപ്പുറത്തോ എണ്ണയുടെ വരവ് കുറഞ്ഞാൽ, എണ്ണയുടെ വില കൂടിയാൽ കമ്പോളത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള പ്രോസസ് തന്നെ താറുമാറാകും. അമിതമായ വിലക്കയറ്റം ഉണ്ടാവും. വില എന്നുള്ള ആ ഒരു പ്രോസസ്സ് തന്നെ അപാകമായിരിക്കുന്ന സമയത്ത് അമിതമായ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണക്കാർക്ക്, ഈ കാർബൺ ബേസ്ഡ് ഇക്കോണമിയെ ബേസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പണം കൊണ്ട് അവരുടെ റിസോഴ്സ് നേടാൻ കഴിയാതെ വരും. ഇത് പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കും. വിഭവങ്ങളുടെ കുറവല്ല, വിഭവം എത്തിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം കൊണ്ട് പട്ടിണിയിലേക്ക് എത്തിക്കും. കാരണം നമുക്ക് പട്ടിണിയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്താ? നമുക്ക് സ്വാശ്രയത്വം ഇല്ല എന്നുള്ളതാണ്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്ന് കണ്ടെത്താൻ നമുക്കറിയില്ല. നമുക്ക് ഉള്ളത് കൊടുത്ത് ഇല്ലാത്തത് വാങ്ങാൻ നമുക്കറിയില്ല. ഈ സിസ്റ്റം എല്ലാം പണ്ടേ ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ തിരിച്ചിതിനെ എത്തിക്കണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നില്ല ഈ എവിടേക്കാണ് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ളത്. വിഭവങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് ഇൻഡസ്ട്രികൾ, നമ്മുടെ വാണിജ്യ വ്യവസായ ശൃംഖലകൾ പലതും തകരാൻ തുടങ്ങും. അങ്ങനെ തകർന്നു തുടങ്ങിയാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും, ആളുകൾക്ക് വിഭവങ്ങളില്ലാത്ത അവസ്ഥ വരും. ഇത് ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും കലഹങ്ങളിലേക്കും എത്തിക്കും, വലിയ മോഷണങ്ങളിലേക്കും റിസോഴ്സ് ഉള്ളവരിൽ നിന്നുള്ള കൊള്ളകളിലേക്കും എത്തിക്കും. മനസ്സമാധാനം സമ്പൂർണ്ണമായിട്ട് തകരുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഈ അവസ്ഥയിൽ രോഗങ്ങൾ ഭീതിതമാകും. ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വാർ നമ്മളെ സഹായിക്കുക. ഈ വാർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത് വിഭവത്തിന്റെ മുകളിൽ സാമ്രാജ്യത്വ അധിനിവേശം നടത്തുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. ഇത് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകത്തിന്റെ ഗതി മാറ്റാൻ വേണ്ടിയുള്ള മൊത്തം പ്രോസസ്സുകളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു നാടകം കൂടിയാണ്. ലോകത്തെ പുതിയ ക്രമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറെ പ്രവർത്തന സംവിധാനങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അതിന്റെ പുറകിൽ അമേരിക്കൻ ആയുധ കച്ചവടത്തിനും കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവര് ഇത് നമ്മളെ എത്തിക്കാൻ പോകുന്നത്, കാരണം ലോകത്തിലെ സാധാരണക്കാർ ജീവിക്കേണ്ടത് അതിസമ്പന്നരുടെ ഒരു ആവശ്യമേ അല്ല. അവരുടെ പക്കലേക്ക് അധികാരവും പണവും തിരിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ആവശ്യം. അതിൽ നഷ്ടപ്പെടുന്നത് നമുക്കാണ്. അതിനെ അതിജീവിക്കണം. നമുക്ക് വേണ്ടത് നമ്മുടെ സ്വയം പ്രതിരോധവും അതിനുവേണ്ടിയുള്ള സ്വാശ്രയത്വവുമാണ്. സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലുള്ള സ്വാശ്രയത്വം മാത്രമാണോ? അല്ല. ജനത ഒരു പുതിയ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് നീങ്ങണം. അതിന് മിതമായ ജീവിതത്തെക്കുറിച്ച് അറിയണം, മിതഭക്ഷണത്തെക്കുറിച്ച് അറിയണം. ഈ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ടല്ലോ, അതിനെ പൊട്ടിച്ചെറിയാൻ നമുക്ക് കഴിയണം. ആ പൊട്ടിച്ചെറിയുന്ന ഒരു വഴി എന്താണ്? സ്വാശ്രയത്വം നിറഞ്ഞ ജീവിതം എന്താണ്? നമ്മളതിനെ ഇക്കോ വില്ലേജ് എന്നാണ് വിളിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സുസ്ഥിര ജീവന സമൂഹമായിട്ടുള്ള നവഗോത്ര സമൂഹം ഈ ആശയത്തെ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് മുൻപോട്ട് വെക്കുന്നത്. നമ്മൾ 1994 മുതൽ ഇതിനു വേണ്ടിയുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ യുദ്ധം തുടങ്ങിയപ്പോൾ കുറെ പേര് എന്നെ വിളിച്ചു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ സ്വാശ്രയത്വത്തിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് സമ്പൂർണമായി നമ്മുടെ പ്രശ്നങ്ങൾ തീരുമെന്നല്ല അതിനർത്ഥം. എന്തു പ്രശ്നം വരുമ്പോഴും അതിജീവിക്കാനുള്ള ആർജവം നമുക്കുണ്ടാവുന്നുള്ളതാണ്. വട്ടപൂജ്യത്തിൽ നിന്നും നമുക്ക് വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരുക്കങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ആ ഒരുക്കമാണ് നമ്മൾ ഈ പറയുന്ന അതിജീവനം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ 100 പേരിൽ 90 പേരും നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി 10 പേരിൽ നിന്നും നമ്മുടെ ജീവരാശിയെ അല്ലെ മനുഷ്യരാശിയെ റിവൈവ് ചെയ്തെടുക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം. ആ പ്രാപ്തിയിലേക്ക് പോകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ സംസാരിക്കാം. എന്താണെങ്കിലും മനസ്സിലാക്കുക, യുദ്ധം എന്നുള്ളത് നമ്മുടെ ഗതിയെ അശുഭകരമായി തിരിക്കാനുള്ളതാണെങ്കിൽ മനുഷ്യകുലത്തിന് തിരിച്ച് സ്വന്തം കാല് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം കൂടിയാണിത്. ആ വിധത്തിൽ ഇതിനെ ശുഭകരമായി കണ്ടുകൊണ്ട് ഈ അവസരത്തെ കൃത്യമായി വിനിയോഗിച്ച് നമ്മുടെ സമ്പൂർണ്ണ സ്വാശ്രയത്വത്തിലേക്ക് തിരിഞ്ഞെത്താൻ, ആ അതിജീവനത്തിന്റെ പ്രാപ്തിയിലേക്ക് എത്താൻ, ഇതൊരു ലാൻഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നല്ല പറഞ്ഞത്, അതിന്റെ പ്രാപ്തിയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതിലേക്കുള്ള ഒരു വഴിയാത്രയായിട്ട് ഈ പരമ്പര നിങ്ങൾക്ക് എടുക്കാം. അതിൽ തുടർന്ന് യാത്ര ചെയ്യുക കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു അതിജീവന സംസ്കാരത്തെ ബിൽഡ് ചെയ്തെടുക്കാം. കൂടെ യാത്ര ചെയ്യുക. നന്ദി, നമസ്കാരം.
തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.